സകല ഹൃദയങ്ങൾക്കും ആശ്വാസം നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ ഗ്രേറ്റ് വിഷൻ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. ലോകത്തിൻ്റെ നാനാകോണുകളിൽ മാനസികമായി തളർന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ പാസ്റ്റർ ഷാജി മാത്യു ഇടമൺ നൽകുന്ന ഈ സന്ദേശങ്ങൾ എക്കാലവും ദൈവജനത്തിന് സമാധാനവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു തളർന്ന മനസ്സിന് പ്രതീക്ഷയുടെ 51 സന്ദേശങ്ങൾ. വിശ്വാസ പരിശോധനയിൽ തെല്ലും പതറിയിടല്ലേ, കർത്തൻ നാമം മുറുകെ നമ്മൾ പിടിച്ചുകൊള്ളണമേ. അഗ്നിപരിശോധനയിലും കർത്തൻ വരും ശക്തിയോടെ, ഭക്തരുടെ നടുവിലവൻ നാലാമനായി. അഗ്നിപരിശോധനയിലും കർത്തൻ വരും ശക്തിയോടെ, ഭക്തരുടെ നടുവിലവൻ നാലാമനായി. ഉള്ളടക്കം: യേശുവിന് പ്രവർത്തിക്കാൻ ജീവിതത്തിൽ ഒരവസരം നൽകൂ. നിന്റെ സകല പ്രശ്നത്തിനും യേശു പരിഹാരം നൽകും. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. യേശു ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നിന്റെ സകല പാപവും യേശു ക്ഷമിക്കും. നിന്റെ മനസാക്ഷിയിലെ പാവക്കറ യേശു നീക്കും. എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് യേശു ഒരു പുതുവഴി തുറക്കും. നിന്റെ പ്രതികൂലത്തിൽ യേശുവിനെ വിളിക്കൂ, അവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും. നിനക്ക് താങ്ങുവാൻ കഴിയാത്തത് യേശുവിനെ ഏൽപ്പിക്കൂ. നിന്നെ രക്ഷിപ്പാൻ യേശു മതിയായവൻ. മനം തകർന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകും. നിരാശ നിറഞ്ഞ ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കൂ. പ്രതീക്ഷയും പ്രത്യാശയും ഉടൻ ലഭിക്കും. നിനക്കൊരു നല്ല ഭാവി തരുവാൻ യേശുവിന് കഴിയും. തളർന്ന നിന്റെ മനസ്സിനെ കണ്ട് യേശു ഒരിക്കലും മറികടന്നു പോകില്ല. ആരെക്കാളും നിന്നെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയും. തകർന്ന നിന്നെ യേശു താങ്ങും. നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. യേശു വിളിച്ചാൽ ഒഴിഞ്ഞു മാറരുത്. അതിൽ ഒരനുഗ്രഹമുണ്ട്. നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും. നിന്നെ അലട്ടുന്ന ഏതു വിഷയവും യേശുവിനോട് തുറന്നു പറയാം. നിന്റെ അസാധ്യങ്ങളെ യേശു സാധ്യമാക്കിത്തരും. യേശുവിൻ്റെ അടുക്കൽ വരുന്ന നിന്നെ അവൻ ഒരിക്കലും കൈവിടില്ല. അസ്തമിച്ചു എന്ന് തോന്നുന്ന നിന്റെ ജീവിതത്തിന് ഒരു പുതിയ ഉദയം തരുവാൻ യേശുവിന് കഴിയും. യേശു ഒരിക്കലും നിന്നെ മറക്കുകയില്ല. സ്വയം ശപിക്കരുത്. നിന്നെ അനുഗ്രഹിക്കുവാൻ യേശു മതിയായവൻ. നിന്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ നൊമ്പരം യേശുവിനറിയാം. യേശുവിന് നീ എത്രയും വിലപ്പെട്ടവനാണ്. നിന്റെ മനസ്സ് ഒരിക്കലും യേശു മുറിക്കില്ല. അവൻ്റെ മുറിവുകൾ നിന്റെ ഏത് മുറിവുകളെയും സൗഖ്യമാക്കും. എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്നുവോ? തീർച്ചയായും നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. യേശു ഒരിക്കലും നിന്നെ വഴിമധ്യേ ഉപേക്ഷിക്കില്ല. യേശു ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. നിന്റെ വഴികളെ യേശു ക്രമപ്പെടുത്തും. പ്രശ്നം ജീവിതത്തിൽ വന്നു മുട്ടുമ്പോൾ ആ വാതിൽ തുറക്കാൻ നീ യേശുവിനെ വിളിക്കൂ. അപ്പോൾ നീ സുരക്ഷിതനായിരിക്കും. നിന്റെ നഷ്ടങ്ങൾ യേശു ലാഭമാക്കി തരും. യേശുവിൻ്റെ രക്തം നിന്നെ നീതിമാനാക്കും. നിന്റെ ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ യേശു ഇടം നിൽക്കും. നീ യേശുവിന് വേണ്ടി ജീവിക്കുവാനാണ് അവൻ നിനക്ക് വേണ്ടി മരിച്ചത്. യേശുവിന് നിങ്ങളെ മടക്കി വരുത്തുവാൻ കഴിയും. യേശു സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. നീ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം അവങ്കിൽ നിന്ന് ലഭിക്കും. യേശു തരുന്ന സമാധാനം നിത്യമാണ്. അതെടുത്തു കളയുവാൻ ആർക്കും കഴിയുകയില്ല. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം ക്രൂശിലെ കാണാൻ കഴിയും. ലോകം നിന്നെ തള്ളുമ്പോൾ നീ വീഴുന്നത് യേശുവിൻ്റെ കരത്തിലാണ്. നിന്റെ തകർച്ചയെ യേശു ഉയർച്ചയാക്കി മാറ്റും. നീ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. യേശു മരിപ്പാൻ കാരണം നിന്റെ പാപമാണ്. നിന്നെക്കുറിച്ച് യേശുവിന് ഒരു പദ്ധതിയുണ്ട്.
നിനക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ ഭണ്ഡാരത്തിലുണ്ട്. യേശുവിൻ്റെ കൃപ നിന്നെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കും. വിഷമിക്കണ്ട, യേശു നിന്നെ സഹായിക്കും. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ ഒരവസരം നൽകൂ. തളർന്ന മനസ്സും ക്ഷീണിച്ച ഹൃദയവും യേശുവിന് മറവല്ല. പ്രതീക്ഷയോടെ ചുവടുവെച്ചതെല്ലാം തകിടം മറിഞ്ഞ് സ്വയപരിശ്രമത്തിൻ്റെ ഫലം നഷ്ടവും പരാജയവും മാനസിക അസ്വസ്ഥതകളുമാണ്. എന്നാൽ സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം പ്രാപ്തി കൊണ്ടും പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇനി വരുന്ന ഏതു വിഷയത്തിനും യേശുവിൻ്റെ സഹായം ഞാൻ പൂർണ്ണമായി തേടും. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അതുകൊണ്ട് സകലത്തിനും മതിയായ യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ നമുക്ക് അവസരം നൽകാം. നിന്റെ സകല പ്രശ്നത്തിനും യേശു പരിഹാരം നൽകും. ഒരു മനുഷ്യന് ജീവിതത്തിൽ 4 വിധ പ്രശ്നങ്ങളാണുള്ളത്: ഭൗതികം, ആത്മീകം, ശാരീരികം, മാനസികം. സ്വന്തം ജനത്തിനും ബന്ധുജനത്തിനും സ്നേഹിതർക്കും ഇവയ്ക്ക് പൂർണ്ണമായ പരിഹാരം എപ്പോഴും നൽകുവാൻ കഴിയുകയില്ല. താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ അറിയാതെ അകപ്പെടുമ്പോൾ എനിക്കുണ്ട് എന്ന് അഭിമാനിക്കുന്നവരെല്ലാം ചിലപ്പോൾ കൈമലർത്തിയേക്കാം. പ്രശ്നം പരിഹരിക്കുവാനോ പങ്കുവയ്ക്കുവാനോ കഴിയാതെ ഉള്ളിഞ്ഞരങ്ങുമ്പോൾ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന വചനം സകല പ്രശ്നവും പരിഹരിക്കും എന്നുറപ്പ് തരുന്നു. നിന്റെ പ്രശ്നം എനിക്ക് പരിഹരിച്ചു തരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇട്ടുകൊള്ളുക നിന്റെ ഭാരങ്ങൾ മുഴുവൻ, നിത്യം പുലർത്താൻ കഴിയുന്നോനിൽ. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. അപ്രതീക്ഷിതമായ അസ്വസ്ഥത മനസ്സിനെ കാർന്നു തിന്നുമ്പോൾ, ഉറ്റവരും പെറ്റവരും ഉറ്റമിത്രങ്ങളും കൈവിടുമ്പോഴും നിരാശയുടെ കറുത്ത മേഘം ഉള്ളിൽ നിഴലിടുകയാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളത്രേ: ആർക്കു വേണ്ടി ജീവിക്കണം? എന്തിനു വേണ്ടി ജീവിക്കണം? സുഹൃത്തെ, യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതുകൊണ്ട് ഒരു നാളും തള്ളിക്കളയാത്ത യേശുവിന് താങ്കളെ ആവശ്യമുണ്ട്.